അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏഴാം ക്ലാസ്സിലെ താരിഖിലെ 4-ാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. നമ്മുടെ ഇമാമാകുന്ന ഷാഫി റഹിമഹുള്ളയെ കുറിച്ചാണ് ഈ പാഠത്തിൽ വിശകലനം ചെയ്യുന്നത്. അദർസു റാബിഅ അൽ ഇമാം ഷാഫി റഹിമഹുള്ള. അറിവ് കൊണ്ട് ലോകം കീഴടക്കിയ മഹാനായിരുന്നു ഇമാം ഷാഫി റഹിമഹുള്ള. മുഹമ്മദ് എന്നാണ് അവരുടെ നാമം. ഓമന പേര് അബു അബ്ദില്ല. ഗോത്രം ഖുറൈശ്. പിതാവ് ഇദ്രീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നിവരുടെ സന്താന പരമ്പരയിൽ പിറന്ന ഫാത്തിമ എന്നിവരായിരുന്നു മാതാവ്. ഹിജ്റ 150-ാം വർഷം ഫിലസ്തീനിലെ ഗസയിൽ അദ്ദേഹം ജനിച്ചു. ബഗ്ദാദിൽ വെച്ച് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള വഫാത്തായ ദിവസമായിരുന്നു ഷാഫി ഇമാമിന്റെ ജനനം. അപ്പോൾ അറിവ് കൊണ്ട് ലോകം കീഴടക്കിയ മഹാനായിരുന്നു ആര്? നമ്മുടെ ഇമാമാകുന്ന ഇമാം ഷാഫി റഹിമഹുള്ള. മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാമം. ഓമന പേരെന്തായിരുന്നു? അബു അബ്ദില്ല. ഗോത്രം ഖുറൈശായിരുന്നു. പിതാവിന്റെ പേര് ഇദ്രീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ. ഫാത്തിമ ബിവിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഫാത്തിമ എന്നവരാണ് മാതാവ്. ഹിജ്റ 150-ാം വർഷം ഫലസ്തീനിലെ ഗസയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഫിലസ്തീൻ എന്നും പറയാം. ബഗ്ദാദിൽ വെച്ച് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമായിരുന്നു ഷാഫി ഇമാമിന്റെ ജനനം. അപ്പോൾ ഷാഫി ഇമാമിന്റെ ഉസ്താദാകുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ ആ ദിവസം തന്നെയായിരുന്നു ഇമാമാകുന്ന ഷാഫി ഇമാമിന്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടത് കൊണ്ട് ഉമ്മയുടെ കൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. കഷ്ടപ്പാട് നിറഞ്ഞ കുടുംബ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അറിവ് പഠിക്കാൻ ഇമാം ഷാഫി റഹിമുള്ള മിടുക്കനും ബുദ്ധിമാനുമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാരിൽ നിന്നും അറിവ് നുകരാൻ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. മക്ക, മദീന അതിൽ പ്രധാനപ്പെട്ടവയാണ്. 7 വയസ്സായപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കി. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടുകൊണ്ട് ഉമ്മയുടെ കൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞ കുടുംബ സാഹചര്യത്തിലൂടെയായിരുന്നു അദ്ദേഹം കടന്നു പോകുന്നത്. പക്ഷെ ആ സമയത്തും അറിവ് പഠിക്കാൻ അദ്ദേഹം മിടുക്കനും ബുദ്ധിമാനുമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാരിൽ നിന്ന്, അന്ന് അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് നുകരാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അതിൽ മക്കുണ്ട്, മദീനയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവയിൽ മക്കയും മദീനയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. 7 വയസ്സായപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കി. മക്കയിലെയും മദീനയിലെയും പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം അറിവ് പഠിച്ചു. മദീനയിലെ മഹാപണ്ഡിതനായിരുന്ന ഇമാം മാലിക് റഹിമഹുള്ളയുടെ അൽ മുവത്ത 10-ാം വയസ്സിൽ മനഃപ്പാഠമാക്കി. അപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന ഗ്രന്ഥം, കിതാബ്, ഹദീസ് ഗ്രന്ഥം 10-ാം വയസ്സിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഹിഫ്ളാക്കി, മനഃപ്പാടാക്കി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇമാം ഷാഫി റഹിമഹുള്ളയുടെ പ്രധാന ഉസ്താദ്. അപ്പോൾ നമ്മുടെ ഇമാമാകുന്ന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഉസ്താദ് ആരായിരുന്നു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഉസ്താദായിരുന്ന ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയുടെ ഖബർ നിത്യവും ഇമാം ഷാഫി റഹിമഹുള്ള സന്ദർശിക്കാറുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് അബൂ ഹനീഫ റഹിമഹുള്ളയുടെ ഖബറിന്റെ അരികിൽ വന്ന് ദുആ ചെയ്യും. അത് കാരണം പെട്ടെന്ന് ആവശ്യം നിറവേറുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ ചെന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. 2 റക്അത്ത് നിസ്കരിച്ച് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അരികിൽ ചെന്ന് ദുആ ചെയ്യും. അത് കാരണം പെട്ടെന്ന് ആവശ്യങ്ങളൊക്കെ നിറവേറുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ആലിമു ഖുറൈശി യംലഉ തിബാഖൽ അർളി ഇൽമ. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ. ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയെ അറിവ് കൊണ്ട് നിറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇമാമാകുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പുലർന്നതായി ലോകം കണ്ടു. ലോകം മുഴുവൻ അത് കണ്ടു. റസൂലുള്ള പറഞ്ഞ വാക്കുകൾ സത്യമായി. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ മദ്ഹബ് പടർന്നു പന്തലിച്ചു. ഏറ്റവും നീതിയുക്തവും പ്രായോഗികവുമായ മദ്ഹബാണ് ഷാഫി മദ്ഹബ്. അൽ ഉമ്മ്, അൽ റിസാല എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ്, കിതാബുകളാണ്. അദ്ദേഹം രചിച്ച കിതാബുകളാണ്. ഉസൂൽ ഫിഖ് എന്ന വിജ്ഞാന ശാഖ തന്നെ ഇമാം ഷാഫി റഹിമഹുള്ള ആവിഷ്കരിച്ചതാണ്. ഉസൂൽ ഫിഖ് എന്ന വിജ്ഞാന ശാഖ, അറിവിന്റെ ആ ഒരു ശാഖ തന്നെ അദ്ദേഹം
അദ്ദേഹം ആവിഷ്കരിച്ചതാണ്. രാത്രിയുടെ 1/3 നിസ്കാരത്തിനും മറ്റൊന്ന് വിജ്ഞാനത്തിനും ബാക്കി ഉറക്കത്തിനുമായി അദ്ദേഹം ഭാഗിച്ചിരുന്നു. റമദാൻ അല്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും ഒരു ഖത്മും റമദാനിൽ 2 ഖത്മും ഖുർആൻ ഓതിയിരുന്നു. ഇപ്പൊ രാത്രിയുടെ 1/3 അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രി 3 ഭാഗമായിട്ട് തിരിച്ചിരുന്നു. അതിലൊന്ന് നിസ്കാരം, മറ്റൊന്ന് വിജ്ഞാനം, അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട്, മറ്റൊന്ന് ഉറക്കത്തിനു വേണ്ടി ഭാഗിച്ചിരുന്നു. റമദാൻ അല്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും ഒരു ഖത്മും റമദാനിൽ 2 ഖത്മും ഖുർആൻ ഓതി തീർത്തിരുന്നു. സത്യം വെളിവാകണമെന്ന ഉദ്ദേശത്താൽ പലരുമായും വാദപ്രതിവാദത്തിൽ ഇമാം ഏർപ്പെട്ടിരുന്നു. വിജ്ഞാന സദസ്സുകളിൽ ആത്മസംസ്കരണത്തിനാണ് ഊന്നൽ നൽകിയിരുന്നത്. അപ്പൊ എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുമ്പോൾ സത്യം, എന്തെങ്കിലും കളവ് പ്രചരിക്കുന്ന സമയത്ത് സത്യം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് പല ആളുകളുമായിട്ട് അദ്ദേഹം പ്രതിവാദം നടത്താറുണ്ടായിരുന്നു. അതിനെതിരെ പ്രസംഗിക്കാറുണ്ടായിരുന്നു, അവരോട് വാദിക്കാറുണ്ടായിരുന്നു, സത്യം വെളിപ്പെടുന്നത് വരെ. വിജ്ഞാന സദസ്സുകളിൽ, അറിവ് പഠിക്കുന്ന സദസ്സുകളിൽ ആത്മസംസ്കരണത്തിന് അദ്ദേഹം ഊന്നൽ നൽകിയിരുന്നത്. സ്വന്തം ശരീരത്തെ സംസ്കരിക്കുന്നത്, നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്നതിലായിരുന്നു അദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇമാം മുസ്നി തുടങ്ങിയ ഒട്ടനവധി പണ്ഡിതന്മാർ റളിയല്ലാഹു അൻഹും ഷാഫി ഇമാമിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്കയിലെ മുഫ്തിയും തന്റെ ഗുരുനാഥനുമായ മുസ്ലിം ബിൻ ഖാലിദ് റഹിമഹുല്ല എന്നിവർ 15-ാം വയസ്സിൽ ഫത്വ കൊടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഹംബലി മദ്ഹബിന്റെ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അതുപോലെ ഇമാം മുസ്നി തുടങ്ങിയ ഒട്ടനവധി പണ്ഡിതന്മാർ ഷാഫി ഇമാമിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്കയിലെ മുഫ്തിയും തന്റെ ഗുരുനാഥനുമായ മുസ്ലിം ബിൻ ഖാലിദ് റഹിമഹുല്ല എന്നിവർ 15-ാം വയസ്സിൽ ഫത്വ കൊടുക്കാൻ അനുമതി നൽകിയിരുന്നു. അവ ഷാഫി ഇമാമിന്റെ ഉസ്താദാകുന്ന ഗുരുനാഥനായ മുസ്ലിം ബിൻ ഖാലിദ് റഹിമഹുല്ല എന്നിവർ എന്ത് ചെയ്തതു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ 15-ാമത്തെ വയസ്സിൽ ഫത്വ കൊടുക്കാൻ, ആളുകൾക്ക് ഫിഖ്ഹി വിഷയങ്ങളിൽ ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകിയിരുന്നു 15-ാമത്തെ വയസ്സിൽ. ഹിജ്റ 204-ാം വർഷം ഈജിപ്തിൽ വെച്ച് തന്റെ 54-ാം വയസ്സിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് വഫാത്തായി. അപ്പൊ ഹിജ്റ 204 ഈജിപ്തിൽ വെച്ച് 54-ാമത്തെ വയസ്സിലാണ് ഷാഫി ഇമാം വഫാത്താകുന്നത്. മുഹമ്മദ്, അബുൽ ഹസൻ, ഫാത്തിമ, സൈനബ് എന്നീ 4 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളുടെ പേര് മുഹമ്മദ്, അബുൽ ഹസൻ, ഫാത്തിമ, സൈനബ്. അദ്ദേഹത്തിന്റെ ഖബർ ഈജിപ്തിലാണ് മഹാനവറുകളുടെ ഖബർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം മുസ്ലിങ്ങൾ ഷാഫി മദ്ഹബ് പിന്തുടരുന്നു. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷാഫി മദ്ഹബ് ഉണ്ട്. കേരളത്തിലും ഷാഫി മദ്ഹബുകാരാണ് ഭൂരിഭാഗവും. നമ്മുടെ കേരളത്തിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മദ്ഹബ് ഏതാണ്? ഷാഫി മദ്ഹബാണ്. നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട അറബി പദങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. ഫത്വ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര വിധി, ഫത്വ കൊടുക്കാറുള്ള മുഫ്തി. അതുപോലെ ഉസൂൽ ഫിഖ്ഹ്, കർമ്മശാസ്ത്ര നിദാന വിജ്ഞാന ശാഖയാണ് ഉസൂൽ ഫിഖ്ഹ്. ഖത്തം എന്ന് പറഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി ഓതുക, ഖുർആൻ പൂർത്തിയാക്കി ഓതുന്നതിനാണ് ഖത്തം എന്ന് പറയാം. ഓക്കെ, ഇതിൽ ഭാഗത്ത് നോക്കാം. അതിൽ ഒന്നാമത് ചോദ്യം ഉത്തരം എഴുതാനാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹയുടെ നാമം എന്ത്? മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാമം, പേര്. 2, എത്രാം വയസ്സിലാണ് അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയത്? 7-ാം വയസ്സിലാണ് അദ്ദേഹം ഖുർആൻ ഹിഫ്ലാക്കിയത്. 3, ഒരു ഖുറൈശി പണ്ഡിതന് ഭൂമിയെ അറിവ് കൊണ്ട് നിറക്കുമെന്ന് പ്രവചിച്ചത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. 4, ഇമാം ഷാഫി റഹിമഹുല്ലാഹയുടെ പ്രധാന ഉസ്താദ് ആരാണ്? ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 5, ഇമാം ഷാഫി റഹിമഹുല്ലാഹയുടെ പ്രധാന ഗ്രന്ഥങ്ങൾ ഏതെല്ലാണ്? അൽ ഉമ്മ്, അൽ റിസാല. ഇനി ശരി അടയാളപ്പെടുത്താനാണ്. 1, ഇമാം ഷാഫി റഹിമഹുല്ലാ ഒരു ധനിക കുടുംബത്തിലാണ് ജനിച്ചത്. തെറ്റാണ്. 2, ഇമാം ഷാഫി റഹിമഹുല്ലായുടെ ഖബർ ഈജിപ്തിലാണ്. ശരിയാണ്. 3, ഇമാം ഷാഫി റഹിമഹുല്ലായുടെ മദ്ഹബ് നീതിയുക്തവും പ്രായോഗികവുമാണ്. ശരിയാണ്. 4, കേരളത്തിൽ ഷാഫി മദ്ഹബുകാരാണ് കൂടുതൽ. ശരിയാണ്. ആദ്യത്താണ് തെറ്റട്ടോ, ബാക്കി 3 ശരിയാണ്. മൂന്നാമത്തെ ആലോചിച്ച് പറയാനാണ്. ഇമാം അബു ഹനീഫ റഹിമഹുല്ലായുടെ ഖബർ സന്ദർശനത്തിലൂടെ മഹാന്മാരോടുള്ള ഇമാം ഷാഫി റഹിമഹുല്ലായുടെ സമീപനം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കണം. ഇവിടെ ഇമാം അബു ഹനീഫ റഹിമഹുല്ല എന്നത് ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. ആ ഉസ്താദിന്റെ ഉസ്താദാകുന്ന ഇമാമവർഗങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിലൂടെ അവരോടുള്ള ഇഷ്ടമൊക്കെ, സ്വന്തം ഉസ്താദിനോടുള്ള ഇഷ്ടമൊക്കെ അവിടെ പ്രകടമാവുന്നുണ്ട്. അപ്പോൾ ആ മഹാനോടുള്ള ഇഷ്ടം കാരണം, അവരോടുള്ള ആദരവൊക്കെയാണ് അദ്ദേഹം ഇവിടെ ഈ സമീപനത്തിലൂടെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്
പറയുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അല്ലാഹു തആല ഉന്നത വിജയം നൽകുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.